ഇന്നലെ രാത്രി 9 മണിക്ക് വെട്ടിച്ചിറ എന്ന് പറയുന്ന നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഹൈവേ റോഡിൽ നിന്ന് തിരിയുന്ന ഭാഗത്ത് ഡിവൈഡറിലേക്ക് ഒരു കാർ ഇടിച്ച് കയറി. സഡൻ ബ്രേക്ക് ഇട്ട കാറ് ബ്രേക്ക് കിട്ടാതെ ഡിവൈഡറിൽ ചെന്ന് തട്ടി. ആ തടസ്സം വെച്ച ഒരു സാധനം ഉണ്ടല്ലോ കോൺക്രീറ്റിൻ്റെ, അതിൽ വന്ന് തട്ടി. ആളുകൾ ഓടിക്കൂടി. ഓടി വന്ന ആളുകളോട് കാറിലിരുന്ന മുടി പറ്റ വെട്ടിയ ക്ലീൻ ഷേവ് ചെയ്ത 55-60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ തട്ടിക്കയറാൻ തുടങ്ങി. നാട്ടുകാരോട് ഇങ്ങനെ തട്ടിക്കയറുകയാണ്. കൂടെ ഉണ്ടായിരുന്ന 2-3 പേര് ഡോറ് തുറന്ന് ആ മനുഷ്യനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അയാൾ അപ്പോഴും കാറ് മുന്നോട്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ മനസ്സിലായി ആൾക്ക് ബോധമില്ല എന്ന്. ആളുകൾ അല്പം അടുത്തേക്ക് നിന്ന് നോക്കിയപ്പോൾ മണമൊന്നുമില്ല, മദ്യപിച്ചിട്ടില്ല, പക്ഷേ ആൾ ബോധത്തിലല്ല. അയാൾ ഇന്നലെ രാത്രി 9 മണിക്ക് നടന്ന സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ മനുഷ്യനെ നാട്ടുകാരെ അടിക്കാൻ തുടങ്ങി. ആളുകളുടെ അടി മുഖത്ത് കിട്ടുമ്പോഴും അയാൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോധമില്ല. ആ മനുഷ്യന് തിരിച്ചടിച്ചപ്പോൾ ആളുകൾ അങ്ങോട്ട് വീണ്ടും അടിച്ചു. അപ്പോഴേക്ക് ആരോ വിളിച്ചു, പോലീസ് എത്തി ആളുകളെ പിടിച്ചു മാറ്റി. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കത്ത് വായിച്ചു തരാം. ഇനി ബാക്കി ആ കത്തിലുണ്ട്. കത്ത് പ്രസ്താവന, അൽമാസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രസ്താവനയാണ് ഞാൻ വായിക്കുന്നത്. എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിൽ ഇപ്പോൾ വന്നതാണ് പ്രസ്താവന. അൽമാസ് ഹോസ്പിറ്റൽ അവിടെ ലെറ്റർ പേഡിൽ നടത്തിയ പ്രസ്താവന ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. കഴിഞ്ഞ ദിവസം അൽമാസ് ഹോസ്പിറ്റലിലെ യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയും ദേശീയപാത വെട്ടിച്ചിറയ്ക്ക് സമീപം പൊതുജനങ്ങളോട് അപമര്യാദയോടെ പെരുമാറുകയും ചെയ്തത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നതായി ആശുപത്രി മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വസ്തുതകൾ പരിശോധിച്ച് പ്രസ്തുത ഡോക്ടറെ അടിയന്തിരമായി സർവീസിൽ നിന്ന് നീക്കിയിട്ടുള്ളതാണ്. ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ ഡ്യൂട്ടിയിലില്ലാത്ത സമയത്ത് ആശുപത്രിക്ക് പുറത്ത് അമാന്യമായി ലഹരി ഉപയോഗിച്ച് പെരുമാറിയതിന് ആശുപത്രി മാനേജ്മെന്റിന് ഉത്തരവാദിത്തമില്ലെങ്കിലും മെഡിക്കൽ പ്രൊഫഷന്റെ ഉന്നതമായ ധാർമ്മികത കാത്തു സൂക്ഷിക്കാൻ ബന്ധപ്പെട്ടയാളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റിനെ സ്ഥാപനം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പാടില്ലാത്തതിനാൽ അദ്ദേഹത്തിന് സ്ഥാപനം അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നു. ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, അൽമാസ് ഹോസ്പിറ്റൽ, ചങ്കുവെട്ടി, കോട്ടക്കൽ. ആരാ ലഹരി ഉപയോഗിച്ചെന്നറിയോ? കോട്ടക്കൽ ചങ്കുവെട്ടിയിലെ അൽമാസ് ഹോസ്പിറ്റലിലെ യൂറോളജി വിഭാഗത്തിലെ മൂത്ര ആശയ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്. ഞാൻ പറയുന്നത് 60 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ MBBS-ഉം MD-യും പഠിച്ച് മൂത്രാശയ രോഗങ്ങൾക്ക് ചികിത്സിച്ച് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങി മാന്യമായി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ലഹരി ബാധിച്ചു. എന്നാൽ അയാളും ലഹരിക്ക് അടിമപ്പെട്ടു പോയി എങ്കിൽ ഇതൊന്നും പഠിക്കാത്ത, ഇത്രയൊന്നും ബുദ്ധി കുറയ്ക്കാത്ത ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ചോ? ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ച ഈ കത്തും ഈ സംഭവവും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാകും. ആ ഡോക്ടർ ആളുകളോട് തല്ലുകൂടുന്നതും അയാൾ നാവ് കുഴഞ്ഞ് സംസാരിക്കുന്നതും. അപ്പോൾ ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അകത്തെന്തോ ലഹരിയുണ്ട് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മക്കൾ, ജീവിതവും ലഹരിയും ഒരിക്കലും ഒരുമിച്ച് പോവില്ല. ജീവിതവും ലഹരിയും ഒരുമിച്ച് പോവില്ല. ഒന്നുകിൽ ജീവിതം അല്ലെങ്കിൽ ലഹരി. രണ്ടും ഒരുമിച്ച് പോയ ഒരിടവുമില്ല, ഒരു സ്ഥലവുമില്ല, ഒരു നാടുമില്ല. ലഹരി മൂലം മുടിഞ്ഞുപോയ നാടുകളെ നമ്മുടെ യൂറോപ്യൻ നാടുകളുടെ പട്ടികയിലുള്ളൂ. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് പോലും ഏറ്റവും വലിയ ഭീഷണി മെക്സിക്കോയിൽ നിന്നെത്തുന്ന ലഹരിയാണ്.